നീ ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടോ? വഴിയിലേക്ക് വളർന്ന് ചാഞ്ഞു കിടക്കുന്ന കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി നടക്കുന്നതിനിടയിൽ തങ്കൻ ഗിരീഷിനോട് ചോദിച്ചു. ഇല്ല തങ്കൻ ചേട്ടാ, പക്ഷേ വളരെ നാളത്തെ ആഗ്രഹമാണ്. മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് എല്ലാം മറന്ന് ആകാശവും നോക്കി ഒന്നിരിക്കണം. ഗിരീഷിന്റെ മുഖത്ത് വിഷാദമേഘങ്ങൾ നിറയുകയാണ്. മര്യാദയുള്ള അധ്വാനിയായ ഒരച്ഛൻ, 10 വരെ പഠിച്ച വിദ്യാഭ്യാസമുള്ള ഒരമ്മ, സ്നേഹനിധിയായ ഒരു അനിയത്തി, കുടുംബത്തിന് 1 ഏക്കർ പുരയിടം, പഴയതെങ്കിലും നല്ല 2 വീടുകൾ. ഇതൊക്കെയുള്ള നിനക്ക് സങ്കടം. ഭാഗ്യവാനല്ലേടാ നീ. ആയാസപ്പെട്ട് നടക്കുന്നതിനിടയിൽ തങ്കൻ പറഞ്ഞു. ഇതൊക്കെയാണോ തങ്കൻ ചേട്ടാ ഒരു ചെറുപ്പക്കാരന് വേണ്ടത്? പിന്നെന്താ വേണ്ടത്? തങ്കൻ ചോദിച്ചു. സ്നേഹിക്കാൻ ഒരു പെണ്ണ് വേണ്ടേ? എന്നെ ഒരു പെണ്ണും സ്നേഹിക്കുന്നില്ല. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത ആ കണ്ണനെ വരെ സ്നേഹിക്കാൻ പെൺപിള്ളാരുണ്ട്. എനിക്ക് മാത്രം. ഗിരീഷ് കരയാറായി. കണ്ണനെ ആര് സ്നേഹിക്കുന്നു? നന്ദു ഗിരീഷിനോട് ചോദിച്ചു. ആ കുമാരേട്ടന്റെ മോള് നന്ദിനി. എടാ, അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ഒരാണുങ്ങളുടെയും മുഖത്ത് നോക്കാത്ത മര്യാദയുള്ള കുട്ടിയാ നന്ദിനി. നന്ദു ഗിരീഷിനെ ശാസിച്ചു. ഈ കണ്ണൻ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറുണ്ടോ? 2 പൂച്ചകളാ, കള്ളപ്പൂച്ചകൾ. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും അറിയില്ലെന്നാ വിചാരം. ഗിരീഷ് കാർക്കിച്ചു തുപ്പി. എടാ ഗിരി, നമ്മുടെ നാട്ടിൽ മര്യാദയും അച്ചടക്കവുമുള്ള 2 പിള്ളേരേ ഉള്ളൂ. അത് കണ്ണനും നന്ദിനിയുമാണ്. അവരെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്നെ മഞ്ചാടിത്തോട്ടിൽ മുക്കിക്കൊല്ലും. പറഞ്ഞേക്കാം. തങ്കന് ദേഷ്യം വന്നു. ഗിരീഷിന്റെ മുഖത്ത് പുച്ഛം പരന്നു. അവൻ പറഞ്ഞു. തങ്കൻ ചേട്ടൻ അറിയാത്തോണ്ടാ. അമ്പലപ്പറമ്പിൽ വെച്ച് ഞാൻ ചെറുതായൊന്ന് കുമാരേട്ടനെ ഉന്തി. അതിന് കണ്ണൻ കാണിച്ച പരാക്രമം തങ്കൻ ചേട്ടൻ ഒന്ന് കാണണമായിരുന്നു. പട്ടിയെ തല്ലുന്നത് പോലെ എന്നെ തല്ലിയത്. അതെന്തിനാ അറിയോ? കുമാരേട്ടനെ ചെറുതായൊന്ന് ഉന്തിയതിന്. കുമാരേട്ടനെ ഉന്തിയാൽ കണ്ണൻ എന്തിനു തോന്നണം? കാര്യം മറ്റത്. ഭാവി അമ്മായിയപ്പനോടുള്ള ഒരു റെസ്പെക്ട്, ബഹുമാനം. എടാ ഗിരി, നീ ആ വിഷയം വിട്. നീ ഇനി ഇത് പറഞ്ഞു നടക്കരുതേ. സംഗതി വിഷയമാകും. കണ്ണൻ അറിഞ്ഞാൽ വീണ്ടും നിന്നെ തല്ലും. നന്ദിനിയുടെ ബന്ധുക്കളും തല്ലും. നന്ദു ഗിരീഷിനെ ഓർമ്മിപ്പിച്ചു. അയ്യോ, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ലേ. അത് തല്ല് പേടിച്ചിട്ടല്ല, തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നത് പേടിച്ചിട്ട്. ആശുപത്രിയിലെ വൃത്തികെട്ട മണം എനിക്കിഷ്ടമല്ല. പക്ഷേ ഒരു കാര്യം. എന്താ? നന്ദു ചോദിച്ചു. കണ്ണന് കുത്തുകൊണ്ട് കിടന്നപ്പോൾ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കൂടെ നിന്നു. പക്ഷെ എന്നെ തല്ലിയ കണ്ണനോട് ഈ ജന്മത്തെ ഞാൻ മിണ്ടില്ല. ഗിരീഷ് തീർത്ത് പറഞ്ഞു. നീ മിണ്ടണ്ട, തങ്കൻ പറഞ്ഞു. പക്ഷെ നന്ദിനിയുടെയും കണ്ണന്റെ കാര്യം നീ ഇനി മിണ്ടിപ്പോകരുത്. ഇല്ല, ഇന്നത്തോടെ ഞാൻ നിർത്തി. ഗിരീഷ് സമ്മതിച്ചു. ഇനി ആരും മിണ്ടരുത്. ശബ്ദമുണ്ടാക്കാതെ വരണം. ആരെങ്കിലും കണ്ടാൽ അറിയാലോ, മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളല്ല, ഞാൻ. എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. തങ്കൻ താക്കീതും അപേക്ഷയും കലർന്ന ഭാഷയിൽ പറഞ്ഞു. മനസ്സിലായി എന്ന അർത്ഥത്തിൽ ഗിരിയും നന്ദുവും തലയാട്ടി. അവരുടെ മുഖത്തും തങ്കൻ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം നിറഞ്ഞിരുന്നു. കരിമ്പിൻകാട്ടിലെ ചാത്തൻ കുന്നിലേക്കാണ് അവർ പോകുന്നത്. കുന്നും മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഭൂപ്രദേശത്താണ് ചെമ്പകത്തോപ്പും തൊട്ടയൽ ഗ്രാമങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഇത്തിരി ഉള്ളിലേക്ക് കയറി ഉള്ള ഗ്രാമമാണ് കരിമ്പിൻകാട്. അവിടെ ജനവാസം കുറവാണ്. കരിമ്പിൻകാട് എന്നാണ് പേരെങ്കിലും അവിടെ ഈറ്റക്കാടുകളാണ് കൂടുതൽ. ഭൂമിയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യൻ മുതലാളിമാരുടെയും ഹിന്ദു ജന്മികളുടെയും കയ്യിലാണ്. മുസ്ലിം ജന്മിമാരുടെ കയ്യിലും കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ ആരും അവിടെ കാശിറക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് കൃഷിയൊന്നും ചെയ്യാതെ 90% ഭൂമിയും കാടും ഈറ്റയും വളർന്ന് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അക്കാലത്ത് മുതലാളിമാർക്കും ജന്മികൾക്കും കയ്യിൽ ഭൂമി ഒരുപാടുണ്ടെങ്കിലും ചിലവാക്കാനുള്ള കാശ് കുറവായിരുന്നു. ചാത്തൻകുന്ന് കരിമ്പിൻകാട് ഗ്രാമത്തിലുള്ള വലിയൊരു കുന്നാണ്. ചെമ്പകത്തോപ്പിലുള്ള സിയോൺ കുന്നിന്റെ അത്ര ഉയരമില്ല എന്നേ ഉള്ളൂ. ഒരു കുന്നും അതിന് താഴെയുള്ള താഴ്വാരവും. അതായിരുന്നു ആ നാട്ടിലെ ഗ്രാമങ്ങൾ. സിയോൺ കുന്ന് സെന്റ് ജോസഫ് എസ്റ്റേറ്റിന്റെ വകയാണെങ്കിൽ ചാത്തൻകുന്നിന് പറയാൻ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. കേസിൽപ്പെട്ട് കിടക്കുന്ന വസ്തുവാണ് ചാത്തൻകുന്നിലുള്ളത്. അതുകൊണ്ട് ആർക്കും കയറി എന്ത് വേണോ ചെയ്യാം. എന്നാൽ ആരും അങ്ങനെ ചാത്തൻകുന്ന് കയറാറില്ല. അതിന് കാരണം ചാത്തൻകുന്നിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മിത്തുകളാണ്. മിത്തുകൾ എന്ന് പുറത്തുള്ളവർ പറയുമ്പോൾ ചരിത്രമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. സത്യം ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. ചാത്തൻകുന്നിനെ അടുക്കാൻ കൊള്ളാത്തതാക്കി നിർത്തുന്ന, ഭയപ്പെടുത്തുന്ന ആ മിത്ത് അല്ലെങ്കിൽ വിശ്വാസം, അതുമല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് കുട്ടിച്ചാത്തന്റെ വിഹാര രംഗമാണ് ഈ കുന്ന് എന്നാണ്. പണ്ട് ഈ കുന്നിൽ നിന്നുമാണ് മന്ത്രതന്ത്രാദികളോടെ പനക്കാട്ടയില്ലത്തെ ഒരു താപസി കുട്ടിച്ചാത്തനെ ബന്ധനസ്ഥനാക്കിയത്. അതിനുശേഷം ചാത്തനും ചാത്തൻകുന്നും പനക്കാട്ട ഇല്ലം വകയായി. അന്ന് പനക്കാട്ട ഇല്ലത്തിന് ഉയർച്ചയോട് ഉയർച്ചയായിരുന്നു. പക്ഷേ അനന്തര തലമുറയ്ക്ക് മന്ത്രതന്ത്രങ്ങളോടുള്ള താല്പര്യം പോയതോടെ ചാത്തൻ സ്വതന്ത്രനായി. നൂറ്റാണ്ടുകൾ നീണ്ട തന്റെ അടിമ ജീവിതത്തിന് ചാത്തൻ പകരം വീട്ടിയത് ആ ഇല്ലത്തെ ആൺപ്രജകളെ നിശേഷം ഇല്ലാതാക്കിക്കൊണ്ടാണ്. ചാത്തൻ ഒരു ഫെമിനിസ്റ്റനായതുകൊണ്ടാകാം ലേഡീസിനെ എല്ലാം കരുണയോടെ അവരുടെ വഴിക്ക് ആശീർവദിച്ചു വിട്ടു. പനക്കാട് മന നിശേഷം തകർന്നു പോയി. പേടികൊണ്ട് അവരിൽ ആരും ഇങ്ങോട്ടേക്ക് വരാതെയായി. മന നിന്ന സ്ഥലവും ചാത്തൻകുന്നും ഒരു കുര്യച്ചൻ കയ്യേറി തന്റേതാക്കി. 90 ദിവസം കഴിയും മുമ്പേ അയാൾ രക്തം ഛർദ്ദിച്ചു മരിച്ചു.
അതിനുശേഷം ചാത്തനിലൊന്നും വിശ്വസിക്കാത്ത അയാളുടെ അനിയൻ മാത്തച്ഛൻ സ്ഥലം ഏറ്റെടുത്തു. അയാൾ ഏറുമാടത്തിൽ നിന്ന് വീണു മരിച്ചു. അതിനുശേഷം ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും അവർ രേഖകളെല്ലാം പണം കൊടുത്ത് തിരുത്തി തരപ്പെടുത്തിയതുകൊണ്ട് അവരുടേതാണ് നിയമപ്രകാരം ഈ സ്ഥലം. പക്ഷേ ഈയിടയ്ക്ക് പനക്കാട് ഇല്ലത്തെ ഈ തലമുറയിൽപ്പെട്ട ഒരാൾ അവകാശം ഉന്നയിച്ച് കേസ് കൊടുത്തതിനാൽ തർക്കത്തിൽപ്പെട്ട് കിടക്കുകയാണ് പനക്കാട് ഇല്ലവും ചാത്തൻമലയും. അതുകൊണ്ട് ചാത്തൻമലയ്ക്ക് തൽസ്ഥിതിയിൽ ഉടമസ്ഥരില്ല. സർവത്ര സ്വതന്ത്രം. അതറിഞ്ഞ് ആഘോഷിച്ചു വളരുകയാണ് ചെടികളും മരങ്ങളും. വിശ്രമിക്കാൻ വരികയാണ് കാറ്റ്. കാറ്റുകൊള്ളാൻ വരികയാണ് മൂടൽമഞ്ഞിൻ കൂട്ടങ്ങൾ. അത് കാണാൻ പറന്നു വരികയാണ് കിളികളും പറവകളും. തന്നെ അടിമയാക്കാൻ വരുന്ന മനുഷ്യരെ പേടിച്ച് ചാത്തൻമലയിൽ കഴിയുകയാണ് ഇപ്പോഴും ചാത്തൻ. അതുകൊണ്ട് മല കയറി വരുന്ന ഏതു മനുഷ്യരൂപിയെയും ചാത്തൻ ആക്രമിക്കും എന്നാണ് ആ നാട്ടിലെ വിശ്വാസം. അതുകൊണ്ട് സ്വബുദ്ധിയുള്ള ആരും അങ്ങോട്ടേക്ക് പോകാറില്ല. തങ്കൺ യുക്തിവിശ്വാസിയാണ്. ചാത്തനും ദൈവവുമൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് യുക്തിവിശ്വാസികൾ. അത്തരത്തിൽപ്പെട്ട യുക്തിവിശ്വാസികൾക്ക് ഒന്നിനെയും പേടിയില്ല. അതുകൊണ്ടാണ് ചാത്തൻ മലയിൽ തന്നെ തന്റെ വാറ്റുകേന്ദ്രൻ തങ്കൺ തുറന്നത്. എക്സൈസുകാർ ഒരിക്കലും മല കയറി വരില്ല. ആരെയും പേടിക്കുകയും വേണ്ട. സാധാരണ ചാത്തൻമലയിൽ വച്ചുണ്ടാക്കിയ ചാത്തൻ സാധനം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് തങ്കൺ ചെയ്യാറ്. പക്ഷെ ഈ പയ്യന്മാർക്ക് അങ്ങനെ കൊടുത്താൽ പോരാ. ഈ ഗിരീഷ് കുറച്ചു നാളായി തങ്കന് പിറകെ നടക്കുകയാണ്, ഇത്തിരി വാറ്റുചാരായത്തിന് വേണ്ടി. തങ്കൺ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. പയ്യന്മാർക്ക് ചാരായം കൊടുത്താൽ അവരുടെ മാതാപിതാ ഗുരു ബന്ധുക്കളും അറിഞ്ഞു കേട്ടുവരുന്ന നാട്ടുകാരും കുനിച്ചു നിർത്തി ഇടിക്കും. തന്നെ നാട്ടിന് പുറത്താക്കും. മുഴുക്കുടിയന്മാർക്ക് പോലും തന്റെ മകൻ മദ്യപിച്ചു എന്ന് കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. ആയുർവേദ മരുന്നുകൾ ചേർത്ത് വാറ്റിയതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തല്ലിക്കൊന്നുകളയും. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് തങ്കൺ മദ്യം നൽകിയിരുന്നില്ല. പക്ഷേ ഗിരി ഒരുപാട് തവണ അപേക്ഷിച്ചപ്പോൾ ദുർബല മനസ്കനായ തങ്കന് അത് അവഗണിക്കാനായില്ല. തങ്കന്റെ കസ്റ്റമേഴ്സ് എല്ലാം 50 മേൽ പ്രായമുള്ളവരായിരുന്നു. തങ്കന്റെ ആയുർവേദ മരുന്നുകൾ ചേർത്ത് വാറ്റിയ സാധനമടിച്ച് മിക്കവരും അവശരായിരുന്നു. 4-5 വർഷം കൊണ്ട് അവരൊക്കെ മദ്യപാനം നിർത്തി മരണത്തിലേക്ക് പറന്നു പോയേക്കാം. അതുകൊണ്ട് ബിസിനസ് നിലനിന്നു പോകാൻ പുതിയ കസ്റ്റമേഴ്സ് വരേണ്ടത് തങ്കന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഗിരിയുടെ അപേക്ഷ അവസാനം തങ്കൺ ഏറ്റെടുത്തത്. ഗിരിക്ക് സാധനം കൊടുക്കാം എന്ന് തങ്കൺ സമ്മതിച്ചു. പക്ഷെ ഓപ്പണായി കൊടുക്കാൻ പറ്റില്ല. നാട്ടുകാർ അറിഞ്ഞാൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നും പറഞ്ഞ് കലാപമുണ്ടാകും. അതുകൊണ്ട് എല്ലാം രഹസ്യമായി വേണം. ചാത്തൻമല ഒരുത്തരും കയറി വരാത്ത ഒരിടമാണ്. അവിടെ സേഫാണ്. അതുകൊണ്ടാണ് ഗിരിയെയും നന്ദുവിനെയും കൊണ്ട് രാവിലെ തന്നെ തങ്കൺ ചാത്തൻമല കയറിയത്. ഇവന്മാർ 2 പെഗടിച്ച് ഛർദിച്ചോ വഴക്കടിച്ചോ കെട്ടിറങ്ങി അങ്ങ് പൊയ്ക്കോളും. നാട്ടുകാർ ആരും അറിയില്ല. പുതിയ 2 കസ്റ്റമേഴ്സിനെയും കിട്ടും. പുതിയ കസ്റ്റമേഴ്സ് വരണം, അല്ലെങ്കിൽ ബിസിനസ് സ്വാഹ.